അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയിട്ട് 5 പേര് കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോയതാണ്. ഓക്കെ, ന്യൂ ബ്രൗൺസിക്കിലേക്കാണ് പോയത്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും അടുത്ത പ്രൊവിൻസാണ് ന്യൂ ബ്രൗൺസിക്ക്, അവിടേക്കാണ് പോയത്. ഇവിടെ അക്കാഡി ലൂമിന എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ നമ്മുടെ കാനഡയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് വലിയൊരു കാടിനുള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് വളരെ ഭംഗിയുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു 2 ബേർഡ്സിൻ്റെ പടം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് വിഷ് ചെയ്യാം, നമുക്ക് എന്താ നമുക്ക് വേണ്ടതെന്ന് ഒരു ബോർഡുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡാൻസ് പെർഫോമൻസ് അവർ നമുക്ക് ഇട്ട് തന്നേക്കുവാണ്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലെഗ്സ് മൂവ് ചെയ്യണം. അത് വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത ആംബിയൻസ് ആണ്. സോ നിങ്ങൾക്കിതിൽ ഡിഫറെൻറ്റ് ആംബിയൻസ് കാണാം. ഈ ലൈറ്റിങ് എത്രമാത്രം എൻ്റെ വീഡിയോയിൽ സൂപ്പറാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അത് വൺ ടൈം എക്സ്പീരിയൻസ് എന്നല്ല. ഇപ്പോൾ നിങ്ങൾ കപ്പിൾസാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ പാരൻസ് ആണ്, ഇതെല്ലാം ഒരു അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യും. ഭയങ്കര ഒരു വാംത്ത്, ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ചെന്ന് ആ ഒരു എക്സ്പീരിയൻസ് മൊത്തം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം അമേസിങ് എന്ന് നമുക്ക് തോന്നും. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ അധികം ആളില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലൈറ്റിംഗ് കാണണമെങ്കിൽ നിങ്ങൾ ആ ഫ്ലോറിൽ കിടന്നാൽ മതി, തറയിൽ കിടന്നാൽ മതി. പക്ഷേ തറയെന്ന് പറയുമ്പോൾ നമ്മളിത് കാടിനുള്ളിലാണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിലും നമ്മൾ നടക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പാലം പോലെ സെറ്റ് ചെയ്ത് ആ പാലത്തിൽ കിടന്നാൽ മതി എന്ന് പറയും. പിന്നെ ഇത് വേറൊരു സ്ഥലമാണ്. അവിടെ മൊത്തം ലൈറ്റിങ്സ് ആണ്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു ഇമാജിനറി വേൾഡ് എന്നോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരു ഫീലും ആംബിയൻസും നമുക്ക് എത്ര നിന്നാലും നമുക്ക് ഈ ലൈറ്റിങ്ങിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു റാൻഡമായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അവിടെ എടുത്ത വളരെ ലിമിറ്റഡായിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതിൽ ഞാൻ വളരെ ലിമിറ്റഡായിട്ട് എടുത്ത ഞങ്ങളുടെ ഒരു ഫോട്ടോസാണ്.